All, good evening. Aman Ashraf from Multimedia. ഇവിടെ നിങ്ങൾ കുറച്ച് നേരമായിട്ട് ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് ചിരിച്ചു. ചിലപ്പോൾ നിങ്ങൾ പലയിടത്തും സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, പല രീതിക്കും ചിന്തകൾ പല രീതിക്ക് പോയിട്ടുണ്ടാവും. എൻ്റെ കയ്യിൽ അധികം ചിരിപ്പിക്കാനൊന്നും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ കുറച്ച് അനുഭവങ്ങളുണ്ട്. അതെങ്ങനെ ഇങ്ങനെ പറയാനുമല്ല, ഞാൻ എങ്ങനെ ആ അനുഭവങ്ങളെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് കാണിച്ചു തരാൻ. നമുക്കറിയാം, നമ്മൾ ഓരോ ദിനം തുടങ്ങുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങളും അഭിമുഖീകരിച്ചാണ് നമ്മൾ വരുന്നത്. അത് മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് പോലും അത് തുടങ്ങാം. രാവിലെ നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നു, അതിങ്ങനെ പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവുന്നു, ചെയ്യുന്നു. നമുക്കറിയാം, ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മളത് എന്തെങ്കിലും തരത്തിൽ അത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും, ഇല്ലേ? ചെയ്യാറില്ലേ? ഒരുപാട് ആൾ ചെയ്യുന്നുണ്ട്. എൻ്റെ മേഖല തന്നെ, അതായത് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖല തന്നെ അതാണ്. എൻ്റെ കൂടെ ഒരുപാടുള്ള ആൾക്കാരെ കണ്ടതുകൊണ്ടും ഞാൻ ചെയ്ത അനുഭവങ്ങളിൽ നിന്നും മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ സംസാരിക്കാമെന്ന് തീരുമാനമെടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ക്രിയേറ്റിവിറ്റി ആസ് റൂട്ടീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല. ഇനി വരുന്ന കുറച്ച് സ്ലൈഡ്സിൽ ഞാൻ അതായത് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഒപ്പിയെടുത്ത കുറച്ച് ചിത്രങ്ങളുണ്ടാവും, അതോടൊപ്പം കുറച്ച് സന്ദേശങ്ങളും ഉണ്ടാവും. അത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കുട്ടിക്ക് വരക്കാൻ കഴിവുണ്ട്. അവന് ചിലപ്പോൾ ഒരു പോയിന്റ് ഓഫ് വ്യൂ വരെ ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. അത് മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ അവൻ കമ്പയർ ചെയ്ത് പല രീതിക്ക് എനിക്ക് ഇത്രയല്ലേ പറ്റൂ, പിന്നെ അതങ്ങ് ഉറങ്ങിപ്പോകുന്ന സാധ്യതകൾ കാണാം. അത് പല തരത്തിലുള്ള സ്കില്ലുകളെ നമുക്ക് അങ്ങനെ ഉറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ മുമ്പേ പറഞ്ഞ ആൾ പറഞ്ഞ് ഹീലിംഗ് ഇമോഷൻസ്, അതൊക്കെ എങ്ങനെ നമ്മൾ പലപ്പോഴും ഇതേപോലെ സംസാരിച്ചു കൊണ്ട് തന്നെ ആളുകൾക്ക് അത് കാണിക്കാൻ പറ്റണമെന്നില്ല. എന്നാൽ ഓരോ വ്യക്തി അവൻ്റേതായിട്ടുള്ളൊരു വഴി കണ്ടെത്തിയിട്ടാണ് ഇത് ചെയ്യുക. ഇത് അതായത് നമ്മളെ കണ്ണിൻ്റെ നമ്മളെ കണ്ണിന് ജീവിതത്തോടുള്ള ഒരു ഉത്തരവാദിത്വം എന്താ? അത് നമുക്ക് എന്താ ചെയ്തു തരുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവോ? ഇല്ല. കണ്ണ് വെറുതെ നിങ്ങളതിങ്ങനെ എല്ലാം കാണുന്നു, കണ്ണ് കണ്ടതെല്ലാം കണ്ടു പോകുന്നത്, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നീ എന്നെ ഇപ്പോൾ കാണുമ്പോൾ ഇന്ന് ഞാൻ ഈ പ്രസൻറ്റ് ചെയ്യുന്നത് നിനക്കതൊരു ഓർമ്മയായിട്ട് നാളെ അത് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ കൂടെയാണ്. അത് കണ്ണിനെ നമ്മൾ കുറേ അനുഗ്രഹം പോലെയൊക്കെ പറയും. അതെ, അതൊരു അനുഗ്രഹം തന്നെയാണ്. നമ്മളത് കണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി, നമ്മളെ പ്രിയപ്പെട്ട ആളുകൾക്ക് കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വേ ആണ് ഈ ഫോട്ടോഗ്രാഫി ആയിട്ട് ഞാനത് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്കതൊരു പക്ഷേ വരക്കാം, അല്ലെങ്കിൽ അതൊരു കവിതയായിട്ട് എഴുതി തീർക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അത് എഴുതി വേറെ എന്തെങ്കിലും ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ആൾക്കാരിൽ എത്തിക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ഗെറ്റ് എൻ്റർടൈൻഡ് ആണ്. അതായത് ഒന്ന് ആസ്വദിക്കുക. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, വെറുതെ സിമ്പിൾ തിങ്സ് ഒന്ന് അത് എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ സൗന്ദര്യത്തെ ഒന്ന് കാണുക. അതെത്രത്തോളം വരുമെന്നൊന്ന് ചിന്തിക്കുക, സ്വയം ഒരുപാട് വിശ്വസിക്കുക. അതായത് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, നീ പൊക്കോ, നീ ചെയ്തോ, നിന്നെക്കൊണ്ട് പറ്റും, ആ ഒരു മൈൻഡ്. അതിലുപരി നിന്നുള്ളിൽ എന്താണോ ഉള്ളത്, അതായത് ഞാനാണ് ചെയ്യുന്നതെങ്കിൽ എനിക്കുള്ളിൽ എനിക്കെന്താണോ ഉള്ളത് അത് ഞാൻ ചെയ്തിട്ട് കണ്ടറിഞ്ഞിട്ടല്ലേ മറ്റുള്ളവൻ്റെ നോക്കേണ്ടതുള്ളൂ. അത് സെൽഫിഷ് ആണെന്നൊക്കെ ഇപ്പോൾ ഒരു ചിന്ത വരാം, എന്നാലും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പ്രൊഡക്റ്റീവ് കാര്യത്തെ നമ്മൾ പുറത്തെടുക്കുന്നിടത്തോളം വിജയം നമുക്ക് വേറെ എവിടെയൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ തന്നെയാണ് അതിൻ്റെ ഒരു കാരണക്കാരൻ. നമ്മൾ എവിടെയെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള ആൾ, നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആളുകളൊക്കെ പ്രതിഷ്ഠിച്ച് പറയാം, പക്ഷേ നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ അത് നമ്മളെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇതാ ഒന്ന് നോക്കി ഡു ദിസ് ഹീൽ യുവർ മൈൻഡ് ഫോർ എ മൊമെൻറ്റ്. നിങ്ങൾ ഒരുപക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഈ ഒരു ചിന്ത വരണമെന്നില്ല, എന്നാലും 1-2 പേർക്കെങ്കിലും കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടാവും. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്നുമില്ല, ഇഷ്ടപ്പെടണം. കാരണം ഞാൻ അത്രയും ആസ്വദിച്ച്
എൻ്റെ അനുഭവം എന്നുള്ള രീതിയിൽ അത്രയും പ്രതീക്ഷിച്ച് ചെയ്തതാണ്. അപ്പം നിങ്ങളത് ഇഷ്ടപ്പെടില്ലേ? അതാണ്, അത്രേ ഉള്ളൂ. അതാണ് എന്ത് മനുഷ്യ സ്നേഹം. അപ്പം അത് അപ്പം അതുണ്ടായാൽ നമ്മൾ നന്നാവും, മറ്റുള്ളവരും നന്നാവും, എല്ലാം നന്നാവും. അതായത് ആരോ മുന്നേ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ലോകം എന്താ ഇങ്ങനെ, എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്ത് മോശമായിട്ടാണ് ആളുകൾ പെരുമാറുന്നത്. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, എല്ലാവരും നമ്മളെപ്പോലെ നന്നായാൽ, അല്ലെ നീയോ ഞാനോ ചിന്തിക്കുന്നത് നന്നായി കഴിഞ്ഞാൽ ലോകമായിട്ട് പ്രവർത്തിക്കോ? എന്തിനാണ്? അതായത് പണമോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈക്വൽ അല്ലാതായി പോയെന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, അതായത് ഇതുകൊണ്ടാണ്. എല്ലാവരും ഒരേ കാര്യം ചെയ്താൽ ഒന്നിനൊരു വിലയില്ല. പക്ഷേ ഒരാൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അതിന് 10,000 ഇരട്ടി വിലയുണ്ടെന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളും കൂടില്ലേ? കൂടോ? ഒന്ന് കൂടി തന്നേക്കുന്നേ. ഞാനിന്ന് സന്തോഷിച്ച് പോയി, എനിക്കിന്ന് ചിന്തിക്കാനും നാളെ പുതിയ ഇതുപോലെയുള്ള ചിത്രങ്ങൾ എടുക്കാനും പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടണ്ടേ? ഓക്കെ, ഇത് വ്യത്യസ്തമായിട്ടൊരു വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. എന്താണ്, നമ്മൾ പലപ്പോഴും നമ്മളെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ, അതായത് അപരിചിതർ, അങ്ങനെയുള്ള ഓരോ ആളുകളെയും നമ്മൾ കാണുന്നു, പലയിടത്തും പോയിട്ട് അത് കാണുന്നു. നമ്മളത് ചിലപ്പോൾ നമ്മൾ ആരെയും നോട്ടീസ് ചെയ്യില്ല, ചിലപ്പോൾ നമ്മൾ പലരെയും നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഒരു 3, 4, 5 അല്ലെ 10, 20 അധികം ആളുകളെ പല ജീവിത സാഹചര്യത്തിലൂടെ പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് നോക്കുക. അത് ആസ്വദിക്കാനുള്ളതാണെങ്കിൽ ആസ്വദിക്കുക, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കഴിവ് കൊണ്ട് അത് നിങ്ങൾ വെറും ഒരു എക്സ്പോഷർ നിങ്ങളെ ചെയ്യുന്നത് മാത്രമല്ലാതെ, നിങ്ങളത് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റുകൾ എടുത്ത് കാണിക്കുമ്പോൾ അത് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് റീലും അതൊക്കെ കാണാം. ഈ തെരുവിൽ അവിടെയൊക്കെ നടക്കുന്ന ആളുകളെ വീഡിയോ ഒക്കെ ഒരുപാട് റീച്ചൊക്കെ ഉള്ള, കുറേ സിമ്പതിയൊക്കെ കിട്ടിയിട്ടുള്ള, ഒരുപക്ഷെ അയാൾക്ക് അത് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് ആ ഫോട്ടോഗ്രാഫർ കാരണമായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതൊരു പെയിൻറ്റിങ് ആയോ അല്ലെ പെയിൻറ്റിങ് കൊടുത്ത അയാളെ മുഖത്ത് വരുന്ന ആ ഒരു ചിരിക്ക് ഒരു കാരണമാവാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഉള്ളിലൊരു ചെറിയൊരു തരിയെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പുറത്തെടുക്കുക. അത് മറ്റുള്ളവരെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചില ആളുകളുടെ ഫോട്ടോഗ്രാഫി പെർസ്പെക്റ്റീവ് എന്താ, ചിലപ്പോൾ ഒരു ക്ലീൻ വാൾ മാത്രമായിരിക്കും, ഭയങ്കര മിനിമലായിരിക്കും, അതിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കമൻസ് വരും, ഇതിലെന്താ ഉള്ളത്, ഒരു കറുത്ത കുത്ത് പോലും ഇല്ലല്ലോ, എന്തിനാ ഇതിട്ടേ, അങ്ങനെയുള്ള കമൻസ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തളരണ്ട. നിങ്ങൾ നാളെ അതുപോലെ എണ്ണം കൂടി ഒരു 300 അതുപോലത്തെ ഫോട്ടോസ് ആയി കഴിഞ്ഞാൽ 1, 2 പേരോ നിങ്ങൾ എന്ത് അനുമോദിച്ച് നോക്കി, പിന്നെ എല്ലാവരും കൂടും, എല്ലാവരും അത് ചെയ്യും. അപ്പോൾ എന്താണ്, മനുഷ്യൻ്റെ ഉള്ളിലൊരു സംഭവമുണ്ട്, ക്യൂരിയോസിറ്റി. എന്താണോ അവിടെ നടക്കുന്നത് അതൊന്ന് പോയി നോക്കുന്ന ഒരു മൈൻഡല്ലേ. അപ്പോൾ പേഴ്സണലി എനിക്കത് വലിയ ഇഷ്ടമല്ല. ഞാനിവിടെ ഈ ക്യാമ്പസിൽ നിന്നായാലും എൻ്റെ ജീവിതത്തിൽ എവിടെ നിന്നായാലും ഞാൻ ഇതൊന്നും ഈ ക്യൂരിയോസിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷേ അത് ഉപകരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഈയിടെയായിട്ട് കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അത് എൻ്റെ ജീവിതത്തിൽ കൂടി ഒന്ന് പകർത്തുന്നുണ്ട്. അതെൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും എൻ്റെ അടുത്തവരിൽ നിന്നും മനസ്സിലാക്കിയെടുത്താണ്. അത് വേറൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ തന്നെ. അപ്പോൾ നിങ്ങളൊരിക്കൽ ഒരു പക്ഷെ ചോദിക്കാം, എന്ത്, നമുക്ക് സന്തോഷമുള്ളപ്പോൾ മാത്രമല്ലേ ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റൂ? നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ അത് സന്തോഷിച്ചാൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റൂ? അല്ല. ഈ 4 ചിത്രവും കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? പറയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ മതി. ആരുമില്ല, അതെനിക്ക് സങ്കടമായി കേട്ടോ. ഓക്കെ, സമയം കളയുന്നില്ല, ഞാൻ തന്നെ പറയാം.
അത് ബ്ലാങ്ക് ആക്കി ഇട്ടിട്ട് ഇവിടുന്ന് ഒരു ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല വന്നത്. നൈസായിട്ട് പാളി. അപ്പോൾ പറയാ ഇത് തന്നെയാണ് എൻ്റെ മനസ്സിലെ ആ ഒരു സമാധാനത്തിൻ്റെ വെളിച്ചം ഇല്ലാതായി കഴിഞ്ഞതിന് ശേഷമുള്ള 4 ചിത്രങ്ങളാണ്. പിന്നീടുള്ള വരുന്നതൊക്കെ ഇങ്ങനെയാണ്. ഇതിനൊന്നും ഒരു അർത്ഥമില്ലാത്ത പോലെയാണ് നിങ്ങൾക്ക് തോന്നിയിരിക്കുക. ഒറ്റ നോട്ടത്തിൽ അത് കാണാൻ കഴിയില്ല. പക്ഷെ ഒന്നാമത്തെ ചിത്രം തന്നെ ഇവിടെ ഒരു ഗ്രേവ്യാർഡാണ്. ഒരു പൂവ് വെച്ച് പോയതാണ്, ഇയാളെ സ്നേഹിക്കുന്ന ആരോ വെച്ച് പോയതാണ്. എനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. സങ്കടത്തോടൊപ്പം അതിനോടുള്ള ഇഷ്ടമാണ് ഞാനത് പകർത്തിയെടുത്ത് വെച്ചത്. ഇന്നത് എനിക്ക് ഉപകാരപ്പെടുകയും ചെയ്തു. നിങ്ങളൊക്കെ കണ്ടില്ലേ, എല്ലാവരെയും കാണിച്ച്. മരിച്ചിട്ടും അയാൾ എല്ലാവരും കണ്ടില്ലേ, ഇങ്ങനെ കണ്ടില്ലേ. അപ്പൊ എന്നെ കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയോ? കിട്ടി. അപ്പം മറ്റുള്ള ചിത്രങ്ങളിൽ ഇതുപോലെ കുറെ കഥകളുണ്ട്. പിന്നീട് എന്നെ കാണാൻ വന്നാൽ ഞാനത് പറഞ്ഞുതരും. ഇപ്പൊ വേണ്ട. ഇതുവരെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തും ചെയ്യുമ്പോൾ നമുക്കൊരു ഉപകാരപ്പെടുന്ന രീതിയിൽ, അതായത് നമ്മളെ നാളേക്ക് വേണ്ടിയിട്ട്, അതായത് എല്ലാം ഒന്ന് പ്രൊഫഷണൽ ആക്കാന്ന് പറയും. എന്ത് ചെയ്യുമ്പോൾ അതായത് നിന്റെ ഒരു കഴിവിനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള എന്താ പറയുക പ്രതിഫലം പറ്റണം. നീ ഒരു വര വരച്ചതാ, അതിന് ഇത്ര വിലയെ വരും എന്നുള്ള രീതിയില്ല. നിന്റെ കഴിവിന് നിനക്ക് ഇത്ര തോന്നുന്നുണ്ടെങ്കിൽ അത് നീ ചോദിച്ച് മേടിക്കാൻ വേണം. ആ ഒരു കാര്യം എന്ത് ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ അത് വെറുതെ കൊടുക്കല്ലേ എന്ന് ഞാൻ പഠിച്ചെടുത്തതാ, നിങ്ങളും പഠിച്ചോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു കോളേജിൽ വന്നതിന് ശേഷം തന്നെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരെ അറിയുന്നത് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ട് മാത്രം, അല്ലാതെ എനിക്കധികം സംസാരിക്കാൻ കഴിവുള്ള ഒരാളൊന്നുമല്ല, അല്ലെങ്കിൽ ഇതേപോലെ കുറേ ആൾക്കാരെ ചിരിപ്പിക്കാനോ അല്ലെ കുറേ ആൾക്കാരെ വട്ടത്തിലിരുത്തി പലതും പറയാൻ പറ്റുന്ന ഒരാളോ അല്ല. അപ്പോൾ എന്നെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം കാരണം. ഞാനിങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ വേറെന്തെങ്കിലും രീതി ചെയ്തോ, നിങ്ങളെ ആളുകൾ അറിയും. അത് നിങ്ങൾ സന്തോഷം ഉണ്ടാക്കും തന്നെ ഞാൻ പറയുന്നത്. ഉണ്ടാക്കിയിരിക്കും. എനിക്കുണ്ടായിട്ടുണ്ട്, സത്യം പറയാം. സത്യം പറയുന്നതിനൊന്നും കൊടുക്കണ്ടല്ലോ, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ എനിക്കൊരു നല്ലൊരു ഇന്നത്തെ ഇവിടെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമുക്ക് ഒരുപാട് ചിന്തിക്കാനും ഇത് പറയാൻ എങ്ങനെയൊക്കെ ചെയ്യണം, ഇത് പ്രിപ്പയർ ചെയ്ത് വരിക, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡൊക്കെ വരികയാണ്. വെറുതെ ഇങ്ങനെ ദിവസം കളയുന്നതിന് പകരം എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റീവായി ചെയ്യുന്നുള്ളൊരു മൈൻഡും വരും. അപ്പോൾ ഇതേപോലെയുള്ള എന്തെങ്കിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കൽ കൂടി പറയാം, അത് എന്താക്കുക, ഉണർത്തിയെടുക്കുക. അതായത് ക്യാമ്പസിൻ്റെ കിട്ടിയിട്ടുള്ളതിൽ കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഇതുവരെയുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ണോടിച്ച് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് എൻ്റെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സിൽ പല രീതിയിൽ, അത് ലൈറ്റ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കളറ് ബേസ് ചെയ്തിട്ടാണോ എന്ത് രീതിയിലും ഞാൻ ഒപ്പിയെടുത്ത പല ചിത്രങ്ങളാണ്. അത് ഗ്രാസ്പ് ഓഫ് കളർഫുൾ പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ മൈൻഡിനെ ഒരു ഡോക്യുമെൻ്റഡ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു വേ ആണ് അത്. ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പാർട്ട് അത് യൂസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു യൂസേജ് വരുന്നത്. കുറേ സ്ലൈഡ്സ് ആണ്, ജസ്റ്റ് ആഡ് ചെയ്തിട്ടാണ്. ആസ്വദിക്കാൻ പറ്റുന്നവർ ആസ്വദിക്കുക, അത്ര തന്നെ. കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റ് മതി കയ്യടി. അതായത് എനിക്കുണ്ടായ ഒരു അനുഭവം തന്നെ, ഇതൊരു സിമ്പിളായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുള്ളൂ. ഈ ഒരു കോണ്ടന്റ് ഈ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നും നമ്മൾ പെട്ടെന്നൊന്നും നോക്കിയാൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇതിൻ്റെ എഫേർട്സോ അല്ലെങ്കിൽ ഇതെന്താണെന്നോ ഒന്നും മനസ്സിലാക്കാൻ എനിക്ക് പോലും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് ചിന്തിക്കുമ്പോൾ എന്താണ്, ചിലപ്പോൾ എൻ്റെ ഈ പോസ്റ്റർ കണ്ട് ഇതിലെ ഫോട്ടോ അതിലെ വിഷണറി എന്നൊക്കെ വായിച്ചാൽ ഇതെന്താണ് സംഭവം എന്ന് നമ്മൾ ആരും ആയത്ത് ചെന്ന് നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇതേപോലെയുള്ള കുറച്ച് ക്രിയേറ്റീവ് സൈഡ്, കളർഫുൾ സൈഡ് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് എൻ്റർടൈൻഡ് ആവുക, വെറുതെ നമ്മൾ സമയം നശിപ്പിക്കുക എന്നുള്ള രീതിയിനേക്കാൾ നമ്മൾ അതിനെ ഒന്ന് നമുക്ക് വേണ്ടി ചിലവാക്കുക എന്നുള്ളതിനാണ് ഞാൻ ക്രിയേറ്റിവിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ
അതിൻ്റെ പിന്നാലെ ഓടുക. ഇപ്പം തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ നിങ്ങളെല്ലാവരും അതിൽ ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. അധികം ചിന്തിക്കാനൊന്നും ഇല്ല, എന്നാലും ചെറിയ രീതിയിൽ സിമ്പിൾ തിങ്സ് ഗ്രേറ്റർ ആക്കുക എന്നുള്ള ഒരു സന്ദേശം അത്രേ ഉള്ളൂ. താങ്ക്സ്. എനിക്ക് കൈ കൊടുക്കാം.